Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ തേർഡ് മൊഡ്യൂളിലെ 13th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫാർ 5 ക്വസ്റ്റ്യനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് ചെയ്തത്. 6th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിനു മുമ്പ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ആൻ അയൺ ബീം ഷോൺ ഇൻ ഫിഗർ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ നമുക്കൊരു അയൺ ബീമാണ് ഫിഗറിൽ തന്നേക്കുന്നത്. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആ ഒരു അയൺ ബീമാണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഇതൊരു ഫുൾ റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ റെക്റ്റാങ്കിൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സെമി സർക്കിൾ മൈനസ് ചെയ്യണം, ഇവിടെ ഒരു സെമി സർക്കിൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് എടുക്കാം. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്തുനിന്ന് ഇവിടെയും ഒരു സെമി സർക്കിൾ വെച്ച് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പോർഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിഡ്ത്ത് വന്നിട്ട് 12 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് 9 സെൻറ്റിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തന്നേക്കുന്ന ഫിഗർ എക്സ് ആക്സിസിന് സിമെട്രിക്കലാണ്. അപ്പോൾ എക്സ് ആക്സിസ് നടുക്കുകൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം ബോർഡർ പോർഷനും സെയിം തന്നെയാണ്. അതേപോലെ തന്നെ ഇത് വൈ ആക്സിസിനും സിമെട്രിക്കലാണ്. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന ഫിഗർ സെൻട്രോയിഡിന് വിത്ത് റെസ്പെക്ട് ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ എന്തുകൊണ്ട് ഇത് സിമെട്രിക്കലാണ്. അപ്പോൾ സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ ഇത് എക്സ് ആക്സിസിനും സിമെട്രിക്കലാണ്, വൈ ആക്സിസിനും സിമെട്രിക്കലാണ്. അതുകൊണ്ട് ഇതിൻ്റെ എക്സ് ബാർ 0 ആയിരിക്കും, വൈ ബാറും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം, സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്ന ഫസ്റ്റ് ഫിഗർ ഇതാണ്. ഈ ഒരു റെക്റ്റാങ്കിളാണ് എൻ്റെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻറ്ററിനെ ഞാൻ G1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ അകത്തു നിന്ന് ഞാൻ സെക്കൻഡ് ഫിഗറായിട്ട് എടുക്കുന്നത് ഈ ഒരു സെമി സർക്കിളാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിനെ ഞാൻ G2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് എനിക്ക് എടുക്കാനുള്ളത് ഈ ഒരു സെമി സർക്കിളാണ്. അതിൻ്റെ സെൻട്രോയിഡിനെ ഞാൻ G3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫുൾ റെക്റ്റാങ്കിൾ എടുക്കാം. ഫസ്റ്റ് ഫിഗറായിട്ട് നമ്മൾ ഈ ഒരു ഫുൾ റെക്റ്റാങ്കിൾ എടുക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് B1 = 12 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 ഉണ്ട്. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡയമീറ്റർ 9 ആയിരുന്നു, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 3 + 9 + 3 എന്ന് പറയുമ്പോൾ 15 ആണ്. അപ്പോൾ ഓവറോൾ ഡെപ്ത്ത് D1 = 15 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു സെമി സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് R = 4.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അത് തന്നെയായിരിക്കും ഈ ഒരു തേർഡ് ഫിഗറിൻ്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ ഏരിയാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് ഇതാണ് G1, സെക്കൻഡ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് ഇതാണ് G2, തേർഡ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് ഇതാണ് G3. അപ്പോൾ ഈ G1, G2, G3 എല്ലാം സെൻട്രോയിഡിൽ തന്നെ ആയിരിക്കും, എക്സ് ആക്സിസിൽ തന്നെ ആയിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എക്സ് ആക്സിൽ കൂടെ തന്നെ ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. വൈ ആക്സിസിൻ്റെ സെൻട്രോയിഡ് പോകുന്നത് ഇങ്ങനെ ആയിരിക്കും, സെൻട്രോയിഡിൽ കൂടെയുള്ള വൈ ആക്സിസ് പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ നടുക്കത്തെ പോയിൻ്റ് തന്നെയായിരിക്കും ഈ തന്നേക്കുന്ന ഫിഗറിൻ്റെ Gയും അതേപോലെ G1. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഫസ്റ്റ് ഫിഗറായ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡും ഈ ഒരു തന്നേക്കുന്ന അയൺ ബീമിൻ്റെ സെൻട്രോയിഡ് രണ്ടും സെയിം പോയിന്റിൽ കൂടി തന്നെയാണ് പാസ് ചെയ്യുന്നത്. അതേപോലെ എക്സ് ആക്സിസ് എടുത്താൽ ഈ പറഞ്ഞ G2, G1, G3 ഇതെല്ലാം എക്സ് ആക്സിൽ കൂടി തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഫിഗറിൻ്റെ ഏരിയ എടുക്കാം. ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം B1 × D1 ആണ്. therefore 12 × 15 സോൾവ് ചെയ്യുമ്പോൾ 180 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് A2, A3 എന്ന് പറഞ്ഞാൽ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സെമി സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് A2 = A3 = എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr² ആണ്, സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr²/2 ആണ്. അപ്പോൾ ഈ ഒരു സെമി സർക്കിൾ പോർഷൻ്റെയും ഈ ഒരു സെമി സർക്കിൾ പോർഷൻ്റെ ഏരിയ ഒരുമിച്ച് കണ്ടുപിടിക്കുകയാണ്. A2 = A3 = πr²/4. റേഡിയസ് എത്രയാണ്? 4.5 സെൻറ്റിമീറ്റർ. therefore π × 4.5 സെൻറ്റിമീറ്റർ സ്ക്വയർ / 2
സോൾവ് ചെയ്യുമ്പോൾ 31.8 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് x1 x2 x3 കണ്ടുപിടിക്കണം. അപ്പോൾ x1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ എടുത്തേക്കുന്ന, അപ്പോൾ ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും തന്നേക്കുന്ന ഫിഗർ എക്സിനും വൈനും സിമെട്രിക്കലായതുകൊണ്ട് നമുക്കിതിൻ്റെ റെഫറൻസ് എക്സ് ആക്സിസ് ഇവിടെയും റെഫറൻസ് വൈ ആക്സിസ് ഇവിടെയുമാണ് നമ്മൾ എടുക്കുന്നത്. അത് രണ്ട് ആക്സിസും സിമെട്രിക്കലായതുകൊണ്ട്. ഓക്കെ, ഇനി x1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ എടുത്തേക്കുന്ന റെഫറൻസ് വൈ ആക്സിസിൽ നിന്ന് G1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x1. അപ്പോൾ വൈ ആക്സിസിൽ തന്നെയാണ് ഈ G1 ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ദെർഫോർ x1 = 0. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും x1 = 0. ഇനി x2 കണ്ടുപിടിക്കണം. x2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്ന വൈ ആക്സിസിൽ നിന്ന് ഈ G2 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് x2 ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ടോട്ടൽ ബ്രെഡ്ത്ത് 12 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതി എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്കറിയാവുന്ന, നമ്മൾ പഠിച്ചേക്കുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോഡ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4r/3π ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഈ ചെറിയ ഡിസ്റ്റൻസ് 4r/3π ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ x2 എന്ന് പറയുന്നത്. അപ്പോൾ x2 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 6 - 4r/3π. ശരിയല്ലേ? അതേപോലെ തന്നെയാണ് x3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വൈ ആക്സിസ് മുതൽ, റെഫറൻസ് എടുത്തേക്കുന്ന വൈ ആക്സിസ് മുതൽ ഈ G3 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആണ്. x2ഉം x3യും സെയിം ആണ്. കാരണം ഈ ഫിഗർ സിമെട്രിക്കലുമാണ്, ഐഡൻറ്റിക്കലുമാണ്. അപ്പോൾ അതുകൊണ്ട് x3 എന്താണോ അത് തന്നെയായിരിക്കും x2ഉം വരുന്നത്. അപ്പോൾ x2 കണ്ടുപിടിക്കുന്ന നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഡിസ്റ്റൻസ് 6 ആണ്. അതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ്, ഇത് നമുക്കറിയാം ഇക്വേഷൻ 4r/3π. ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് x2. അപ്പോൾ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x2 = x3 = 6 - 4r/3π. അപ്പോൾ 6 - 4r, സെമി സർക്കിളിൻ്റെ റേഡിയസ് 4.5 ആണ്. അപ്പോൾ 4 × 4.5 / 3π സോൾവ് ചെയ്യുമ്പോൾ 4.09 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് x1 x2 x3 കിട്ടി. ഇനി അടുത്ത y1 y2 y3 അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളായി എടുത്തേക്കുന്ന റെഫറൻസ് എക്സ് ആക്സിസ് ഇതാണ് അല്ലേ? റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് G1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y1. അപ്പോൾ അത് രണ്ടും ഒരേ പോയിന്റിൽ തന്നെ ആയതുകൊണ്ട് y1 = 0. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന റെഫറൻസ് വൈ ആക്സിസിൽ നിന്ന് G2 വരെയുള്ള ഡിസ്റ്റൻസ്, G2 വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അപ്പോൾ രണ്ടും ഒരേ പോയിന്റിലായതുകൊണ്ട് y2 = 0. ഇതേപോലെ തന്നെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്ന എക്സ് ആക്സിസ് മുതൽ G3 വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അത് രണ്ടും ഒരേ പോയിന്റിലായതുകൊണ്ട് y3 = 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എടുത്തേക്കുന്ന എക്സ് ആക്സിസ് തന്നെയാണ് G1ഉം G2ഉം G3യും. ദെർഫോർ y1 = y2 = y3 = 0. അപ്പോൾ അത് എഴുതാമല്ലോ. y1 = y2 = y3 = 0. ഓക്കെ, ഇനി എക്സ് ബാറും വൈ ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സിമെട്രിക്കലാണ്. എക്സ് ആക്സിസിന് സിമെട്രിക്കലായതുകൊണ്ട് y ബാർ = 0യും വൈ ആക്സിസ് സിമെട്രിക്കലായതുകൊണ്ട് x ബാർ = 0യും നമ്മൾ ഓൾറെഡി സെൻട്രോയിഡിൻ്റെ കേസിൽ പഠിച്ചതാണ്. അപ്പോൾ അത് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. x ബാർ = y ബാർ = 0. റീസൺ എന്താണ്? ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇനി അടുത്ത മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഈ കാണുന്ന പോർഷന് മാത്രം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഫസ്റ്റ് ഫിഗർ ഈ റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നിന്ന് എന്താണ്? ഈ സെക്കൻഡ് സെമി സർക്കിൾ നമുക്ക് ആവശ്യമില്ല, ഇത് മൈനസ് ചെയ്യണം. തേർഡ് ഈ സെമി സർക്കിൾ ആവശ്യമില്ല, ഇതും മൈനസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നിന്ന് സെക്കൻഡ് ഫിഗറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, തേർഡ് ഫിഗറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ മൈനസ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് moment of inertia with respect to x axis. അതാണ് IgXx will be equal to Ig1xx plus A1h1 square. ഇതാണ് ഫസ്റ്റ് ഫിഗറിൻ്റെ moment of inertia. മൈനസ് Ig2xx plus A2h2 square മൈനസ് Ig3xx plus A3h3 square. അപ്പോൾ ഇവിടെ മൈനസ് വരാൻ കാര്യം എന്താണ്? നമുക്ക് ആ പോർഷൻസൊക്കെ ഡിഡക്റ്റ് ചെയ്താലേ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി സാധാരണ ചെയ്യുന്ന പോലെ Ig1xx ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ Ig1xx എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിഗറായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? റെക്റ്റാങ്കിളാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ B1 D1³ ആണ്. BD³/12 ആണ്. അപ്പോൾ B1 D1³ B1 12 D1 15 ആണ്. 15³/12 സോൾവ് ചെയ്യുമ്പോൾ 3375 mm raised to 4 എന്ന് വരും.
ഇനി അടുത്തത് IG2 XX IG3 XX സെയിം ആണ്. കാരണം എന്താണ്, ഇത് രണ്ടും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സെമി സർക്കിളാണ്. രണ്ടിൻ്റെയും റേഡിയസ് 4.75 ആണ്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഡയമീറ്റർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് രണ്ടും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സെമി സർക്കിൾ ഇതാണ്, അത് സെൻട്രോഡിൽ കൂടി പോകുന്ന എക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നതെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അങ്ങനെ എഴുതും. നമ്മൾ തിയറിയിൽ പഠിച്ചേക്കുന്ന റെഫറൻസ് ആയിട്ടുള്ള ഫിഗർ ഇതാണ്. നമുക്കൊരു സെമി സർക്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രോഡൽ വൈ ആക്സിസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെമി സർക്കിൾ തന്നിട്ട് അതിൻ്റെ വൈ ആക്സിസ് ഇതാണ്, അല്ലെങ്കിൽ നടുക്കൂടി കട്ട് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ IYY എബൌട്ട് സെൻട്രോഡ് ഇസ് ഈക്വൽ ടു പൈ d raised to 4/124 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഫിഗർ ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഫിഗർ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും, ഇതേ കേസ് തന്നെയാണ് വരുന്നത്. പൈ d raised to 4/124 ആണ് വരുന്നത്, 128 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചേക്കുന്ന ഷേപ്പ് ഈ ഒരു ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് IYYയുടെ ഇക്വേഷൻ ഇത് വന്നത്. അപ്പോൾ ഈ പടം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതെന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും. അപ്പോൾ IXXൻ്റെ ഇക്വേഷൻ ആയിരിക്കും ഈ ഒരു കേസിൽ പൈ d raised to 4/128 വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും സെയിം ആയിരിക്കും. ഇത് രണ്ടും സെൻട്രോഡൽ ആക്സിസിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. അതെന്തായിരിക്കും, IXX IG2 XX is equal to IG3 XX is equal to പൈ d raised to 4/128. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്, ഡയമീറ്റർ 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പൈ 9 raised to 4/128 സോൾവ് ചെയ്യുമ്പോൾ 161.03 mm എന്ന് കിട്ടും. ഇനി A1 A2 A3 നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. A1 A2 A3 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ H1 H2 H3 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ IGXX ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ H1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുന്നതെങ്കിൽ H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y ബാർ മൈനസ് y1 H2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y ബാർ മൈനസ് y2 H3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y ബാർ മൈനസ് y3 ആണ്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇതെന്താണ്, ഇതെല്ലാം സീറോയാണ്. കാരണം എന്താണ്, നമുക്കറിയാം y1 y2 y3 y ബാർ ഇതെല്ലാം സീറോയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഈ കിട്ടിയേക്കുന്ന അല്ലെങ്കിൽ ഈ എഴുതിയ ഇക്വേഷൻ നമ്പർ 1ൽ H1 H2 H3 എന്നൊക്കെ പറഞ്ഞാൽ സീറോയാണ്. അപ്പോൾ H1 H2 H3 സീറോ ആണെങ്കിൽ ഈ ടേം സീറോ ആവും, ഈ ടേം സീറോ ആവും, ഈ ടേം സീറോ ആവും. അപ്പോൾ ബാക്കി എന്തേ വരുള്ളൂ, IGXX is equal to IG1 XX മൈനസ് IG2 XX മൈനസ് IG3 XX. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ചെറുതാക്കിയിട്ട് ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് IGXX is equal to ഇത് IG1 XX മൈനസ് IG2 XX മൈനസ് IG3 XX എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ IG1 നമ്മൾ കണ്ടുപിടിച്ചു, മൈനസ് IG2 മൈനസ് IG2 IG3യും സെയിം തന്നെയാണ്. അത് സോൾവ് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഈക്വൽ ടു 3052.9 സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സ് ആണ് പഠിച്ചത്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് എന്നാണ് ഇക്വേഷൻ. IG1 YY പ്ലസ് A1 H1 സ്ക്വയർ മൈനസ് IG2 YY പ്ലസ് A2 H2 സ്ക്വയർ മൈനസ് IG3 YY പ്ലസ് A3 H3 സ്ക്വയർ. ഇത് ഇക്വേഷൻ 2 ആയിട്ട് എഴുതുക. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഫിഗർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് IGY എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, D1 B1 cube/12 ആയിരിക്കും. അപ്പോൾ D1 B1 cube/12 ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ D1 B1 cube/12 D1 12 15 B1 12 ആണ്, 12 cube/12 സോൾവ് ചെയ്യുമ്പോൾ 2160 സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്ന് വരും. ഇനി അടുത്ത IG2 YYയും IG3 YYയും സെയിം ആയിരിക്കും. കാരണം എന്താണ്, ഈ ഫിഗർ രണ്ടും ഐഡൻറ്റിക്കലാണ് അല്ലേ, ഇതാ ഈ ഫിഗർ തന്നെയാണ് ഇവിടെ വരുന്നത്, ഒരേ ലെവലിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫിഗർ ഇരിക്കുന്നത് ഇതാ ഈ രീതിയിലാണ്. ഫിഗർ ഇരിക്കുന്ന ഈ രീതിയിലാണ്.
നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു റെഫറൻസ് നമ്മൾ പഠിച്ചതിൻ്റെ വാല്യൂ എടുക്കുക. ഇതായിരുന്നു നമ്മുടെ ഫിഗർ. അപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മുടെ റെഫറൻസ് ആയിട്ടുള്ള ആക്സിസ് എക്സ് ആക്സിസ് സെൻട്രോയിഡിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ടാണ് IG(xx) = 0.11 r⁴ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ ഫിഗർ ഇരിക്കുന്നത് ഈ ഷേപ്പിലാണ് അല്ലേ, വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുമ്പോൾ സെൻട്രോയിഡ് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ ആക്സിസ് ആണ്. അപ്പോൾ എന്തായിരിക്കും, IYY ഇക്വേഷൻ ആയിരിക്കും ഈ രീതിയിൽ 0.11 r⁴ എന്ന് പറയും. ഓക്കെ, അപ്പോൾ IG2YY വിൽ ബി ഈക്വൽ ടു IG3YY = 0.11 r⁴ എന്ന് വരും. അപ്പോൾ 0.11 ഇൻറ്റു സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ 4.5 ആണ്. 4.5 സോൾവ് ചെയ്യുമ്പോൾ 45.11 cm⁴. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് A1 A2 A3 നമുക്കറിയാം. ഇനി കണ്ടുപിടിക്കേണ്ട H1 H2 H3 ആണ്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ H1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x⁻ - x1 ആണ്. H2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x⁻ - x2 ആണ്. H3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x⁻ - x3 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം x⁻ വാല്യൂ 0 ആണ്, അതേപോലെ x1 വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി പോകും. H1 വാല്യൂ 0 ആയി പോകും. ഇവിടെ എന്ത് വരും, -x2 എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ -x3 എന്നുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, മൈനസ് അവിടെ എടുക്കണ്ട, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ H1 ഇക്വേഷൻ x⁻ - x1 ആണ്. 0 - 0 0 എന്ന് തന്നെ വരും. H2 ഇക്വേഷൻ x⁻ - x2 ആണ്. x⁻0 x2 എന്ന് പറഞ്ഞാൽ -4.09 ആണ്. അപ്പോൾ മൈനസ് ഇടേണ്ട ആവശ്യമില്ല, 4.09 cm എന്ന് എഴുതാം. H3 ഇക്വേഷൻ x⁻ - x3 ആണ്. അതും 4.09 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, വാല്യൂസ് എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ IG1YY വാല്യൂ കിട്ടി. IG2YY വാല്യൂ ഇതാണ്. IG3YY വാല്യൂ ഇത് തന്നെയാണ്. A1 A2 A3 ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ട്. H1 H2 H3 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി H1 0 ആയതുകൊണ്ട് ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ IGYY = 2160 പ്ലസ് ഇത് A1 ഇത് H1 ആണ്. H1 0 ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ 0 ആവും. മൈനസ് ഇത് IG2YY പ്ലസ് A2 H2² മൈനസ് IG3YY പ്ലസ് A3 H3². സോൾവ് ചെയ്യുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് = 1005.8 cm⁴ എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഇതും പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ്. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ ഷോൺ ഇൻ ദ ഫിഗർ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ്റെ മാത്രം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് ആദ്യം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിൾ എന്നോ സ്ക്വയർ എന്നോ പറയാം, നമുക്ക് റെക്റ്റാങ്കിൾ തന്നെ എടുക്കാം. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഈ പോർഷനിൽ നിന്ന് ഒരു ട്രയാങ്കിൾ മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓരോ ഡയമെൻഷനും കറക്റ്റായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമുക്ക് x⁻ഉം y⁻ഉം കണ്ടുപിടിക്കണം. അപ്പോൾ x⁻ഉം y⁻ഉം കണ്ടുപിടിക്കാനായിട്ട് ഇത് സിമെട്രിക്കൽ അല്ല, x ആക്സിനോ y ആക്സിനോ സിമെട്രിക്കലായിട്ടല്ല ഉള്ള ഫിഗർ അല്ല. അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ടുള്ള x ആക്സിസ് ബോട്ടത്തിലും റെഫറൻസ് ആക്സിലുള്ള y ആക്സിസ് ലെഫ്റ്റ് എൻഡിലും എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ x1 x2 x3 y1 y2 y3 എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മൊത്തത്തിൽ 2 ഫിഗറാണ് വരുന്നത്. ഫസ്റ്റ് ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളാണ്. സെക്കൻഡ് ഫിഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ 2 ഫിഗർ വരും. ഫസ്റ്റ് ഫിഗറിൽ നിന്ന് സെക്കൻഡ് ഫിഗർ മൈനസ് ചെയ്താലേ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ മാത്രമായിട്ടുള്ള സെൻട്രോയിഡൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ തന്നേക്കുന്ന ഫിഗർ ഞാൻ ഈ രീതിയിൽ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് B1 = 6000 എന്നും റെക്റ്റാങ്കിളിൻ്റെ ഡെപ്ത്ത് D1 = 6000 എന്നും എഴുതി. ഇതെങ്ങനെ കിട്ടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6000 കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6000 കിട്ടും. അപ്പോൾ ഇതിനെ ഞാൻ B1 എന്നും ഇതിനെ ഞാൻ D1 എന്നും മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഡെപ്ത്ത്, ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6000 ആണ്. ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 6000 ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാനിവിടെ അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ആദ്യം ഏരിയ കണ്ടുപിടിക്കാം. A1 എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ B1 × D1 ആണ്. B1 എന്ന് പറയുമ്പോൾ 6000, D1 എന്ന് പറയുമ്പോൾ 6000. അപ്പോൾ 6000 × 6000 സോൾവ് ചെയ്യുമ്പോൾ 36 × 10⁻⁶ എന്ന് വരും. ഓക്കെ,
36 ഇൻറ്റു 10⁻6. ഇതെങ്ങനെ കിട്ടി? 6 ഇൻറ്റു 6 36 ആണ്. ഇൻറ്റു മൊത്തത്തിൽ 3 3 6 0. അപ്പോൾ 10⁻6. ആ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി യൂണിറ്റ് ആണ്, അതുകൊണ്ടാണ് 36 ഇൻറ്റു 10⁻6 m² എന്ന് എഴുതി. ഇനി അടുത്തത് ട്രയാങ്കിളുടെ ഏരിയ. നമുക്കറിയാം ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു ഇതാണ് ബേസ് എന്ന് പറയുമ്പോൾ 3000 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3000 ഇൻറ്റു ഇതാണ് ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്, അതും 3000 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 4.5 ഇൻറ്റു 10⁻6 m⁻2 എന്ന് കിട്ടും. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് x1 y1 x2 y2 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം x1 കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു റെഫറൻസ് എക്സ് ആക്സിസ് ഇവിടെയും റെഫറൻസ് വൈ ആക്സിസ് ഇവിടെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് കാരണം എന്താണ്, ഇത് ഒരു ആക്സിസിനും സിമെട്രിക്കലല്ല. ഈ ഫിഗർ ഒരു ആക്സിസിനും സിമെട്രിക്കലല്ല. അതുകൊണ്ട് റെഫറൻസ് ആയിട്ടുള്ള വൈ ആക്സിസ് ഇവിടെയാണ്. അപ്പോൾ റെഫറൻസ് വൈ ആക്സിസ് മുതൽ ഈ തന്നേക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ സപ്പോസ് ഇതാണെന്ന് വിചാരിച്ചു, G1 ഇവിടെയാണെന്ന് വിചാരിച്ചു. ഇവിടം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ x1 എന്ന് പറയുന്നത്. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ടോട്ടൽ ബ്രെഡ്ത്ത് B1 ആണെങ്കിൽ B1/2 ആയിരിക്കും x1. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? x1 = b/2, അതായത് 6000/2. സോൾവ് ചെയ്യുമ്പോൾ 3000 എന്ന് കിട്ടും. ഇനി അടുത്ത് x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഫിഗർ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് നമുക്ക് ഏകദേശം ഇവിടെയാണെന്ന് വിചാരിക്കാം, G2. അപ്പോൾ റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്ന വൈ ആക്സിസ് മുതൽ G2 വരെയുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് x2. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇപ്പോൾ സപ്പോസ് ഇതാണെന്ന് വിചാരിച്ചു, ഇതാണ് G2 എങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്നത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 1000 ആണ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 1000 ആണ്. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ എഡ്ജിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/3 ബേസ് ആയിരിക്കും. 2/3 ബേസ് ആയിരിക്കും. നേരെ മറിച്ച് ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ b/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതാണ് അതിൻ്റെ സെൻട്രോയിഡെങ്കിൽ, G2 എന്ന് പറയുന്ന സെൻട്രോയിഡെങ്കിൽ റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്ന വൈ ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് x2 ആയിട്ട് വേണ്ടത്. അതിൽ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1000. ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി 2/3 ഓഫ് ബേസ്. അപ്പോൾ x2 = 1000 + 2/3 ഇൻറ്റു b, 1000 + 2/3 ഓഫ് ബേസ് എന്ന് പറയുമ്പോൾ 3000 ആണ്. ആഡ് ചെയ്യുമ്പോൾ 3000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x1ഉം x2ഉം 3000 എന്ന് തന്നെ കിട്ടി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വൈ ആക്സിസിൽ നിന്ന് 3000 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അതായത് x1ഉം x2ഉം ഒരേ പോയിന്റിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. മനസ്സിലായോ? ഒരേ ഡിസ്റ്റൻസിൽ തന്നെയാണ് രണ്ട് ഫിഗറിൻ്റെയും, ഈ മൊത്തത്തിലുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെയും ഈ ട്രയാങ്കിളിൻ്റെയും സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്നു. ഇനി y1ഉം y2ഉം കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ y1 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് എക്സ് ആക്സിസ് എടുത്തെങ്കിൽ ഇവിടെയാണ്. അപ്പോൾ റെഫറൻസ് എക്സ് ആക്സിസ് മുതൽ ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് G1 വരെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ y1 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ D1 ആണ്. അപ്പോൾ y1 = D1/2 ആയിരിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ y1 = D1/2. D1ൻ്റെ വാല്യൂ 6000 ആണ്. 6000/2 3000 എന്ന് കിട്ടും. ഇനി അടുത്ത y2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്ന എക്സ് ആക്സിസ് മുതൽ ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിന് G2 എന്ന് കൊടുക്കുക. അവിടം വരെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് y2. ഇത് കണ്ടുപിടിക്കാനായിട്ട് നോക്കിക്കേ, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 2000 ആണ്. ഇനി ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്ന് ഈ ഒരു സെൻട്രോയിഡ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ h/3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ട്രയാങ്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ h/3 ആണ്. ഏതാണ് h? ട്രയാങ്കിളുടെ ഈ മൊത്തത്തിലുള്ള സൈഡിനാണ് h എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം 2000 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ y2 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2000 + h/3. അപ്പോൾ y2ൻ്റെ ഇക്വേഷൻ എഴുതാം. y2 = 2000 + h/3. 2000 + h എന്ന് പറഞ്ഞാൽ 3000 ആണ്. 3000/3 സോൾവ് ചെയ്യുമ്പോൾ 3000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. x1ൻ്റെ വാല്യൂ 3000 ആണ്, x2ൻ്റെ വാല്യൂ 3000 ആണ്, y1 3000 ആണ്, y2 3000 ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്നേക്കുന്ന റെക്റ്റാങ്കിളിൻ്റെയും ഈ തന്നേക്കുന്ന ട്രയാങ്കിളിൻ്റെയും സെൻട്രോയിഡ് ഒരേ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ തന്നെയാണ് G1ഉം G2ഉം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 3000, ഈ ഡിസ്റ്റൻസ് 3000. ഓക്കെ, ഇനി നമുക്ക് x ബാറും y ബാറും കണ്ടുപിടിക്കണം.
എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, രണ്ട് ഫിഗറിൻ്റെ സെൻട്രോയിഡ് ഇവിടെയാണെങ്കിൽ അതിൻ്റെ എൻറ്റയർ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന മാത്രം പോർഷൻ്റെ സെൻട്രോയിഡും അവിടെ തന്നെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, നമുക്ക് തന്നേക്കുന്ന ഫിഗർ ഇതാണ്. ഇനി ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ്റെ സെൻട്രോയിഡിന് നമുക്ക് ജി എന്ന് കൊടുക്കാം. അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഫിഗർ, അതായത് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് മൈനസ് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്, അത് മൈനസ് ചെയ്താൽ നമുക്ക് ഫിഗറിൻ്റെ സെൻട്രോയിഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ബാർ ഇസ് ഈക്വൽ ടു A1x1 മൈനസ് A2x2. മൈനസ് വരാൻ കാര്യം എന്താണ്, നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ പോർഷൻ ഡിഡക്റ്റ് ആണ് ചെയ്യാനുള്ളത്. ഡിവൈഡ് ബൈ A1 മൈനസ് A2. അപ്പോൾ A1x1 മൈനസ് A2x2 ഡിവൈഡഡ് ബൈ A1 മൈനസ് A2. അപ്പോൾ എക്സ് ബാർ സോൾവ് ചെയ്യുമ്പോൾ 3000 എന്ന് കിട്ടും. ഇനി അടുത്ത വൈ ബാർ ഇതേപോലെ തന്നെ A1 y1 മൈനസ് A2 y2 ഡിവൈഡ് ബൈ A1 മൈനസ് A2. A1 y1 മൈനസ് A2 y2 സോൾവ് ചെയ്യുമ്പോൾ 3000 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ബാറും വൈ ബാറും x1ഉം x2ഉം y1ഉം y2ഉം ഒക്കെ ഒരേ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ തന്നെയാണ് ജിയും G1ഉം G2ഉം. അപ്പോൾ G1 എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡാണ്. G2 എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡാണ്. ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന മാത്രം പോർഷൻ്റെ സെൻട്രോയിഡാണ്. അപ്പോൾ അതെല്ലാം ഒരേ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായിരിക്കും, ഇനി നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് IG(xx) കണ്ടുപിടിക്കാം. അപ്പോൾ IG(xx) എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മൈനസ് ട്രയാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ IG(xx) is equal to IG1xx plus A1h1 square മൈനസ് IG2xx plus A2h2 square. ഇതിനകത്ത് ആദ്യം IG1xx കണ്ടുപിടിക്കുക. IG1xx എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളാണ് എടുക്കുന്നത്. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്റ്റാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം BD³/12 ആണ്. B എന്ന് പറഞ്ഞാൽ 6000, D എന്ന് പറഞ്ഞാൽ 6000. ഓക്കെ, അപ്പോൾ നമുക്ക് IG1xx is equal to B1D1³/12, 6000×6000³/12 സോൾവ് ചെയ്യുമ്പോൾ 1.08 × 10⁻14 അത്രയും സെൻറ്റിമീറ്റർ അല്ല mm ആണ്, mm⁻4 എന്ന് കിട്ടും. ഇനി അടുത്തത് IG2xx എന്ന് പറയുമ്പോൾ ട്രയാങ്കിളാണ്, ഈ ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് ആണെങ്കിൽ IGx is equal to BH³/36 ആണ്. B എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് വിഡ്ത്തും H എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റുമാണ്. അപ്പോൾ ഇത് 3000, ഇതും 3000. അപ്പോൾ സെക്കൻഡ് ഫിഗറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IG2xx is equal to BH³/36, ദാറ്റ് ഈസ് 3000 × 3000³/36 സോൾവ് ചെയ്യുമ്പോൾ 2.25 × 10⁻12 എന്ന് പറയും. ഇനി A1 A2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, അത് ഇനി കണ്ടുപിടിക്കേണ്ട. ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയതുകൊണ്ട് H1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y ബാർ മൈനസ് y1ഉം H2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y ബാർ മൈനസ് y2 ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ട്രിക്ക് തന്നെ ഓർക്കുക. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ y ബാറിൽ നിന്ന് y തന്നെ മൈനസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് H1ൻ്റെ ഇക്വേഷൻ y ബാർ മൈനസ് y1. ഇനി y ബാറിൻ്റെ വാല്യൂ 3000, y1ൻ്റെ വാല്യൂ 3000, രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ 0 എന്ന് വരും. അതേപോലെ H2ൻ്റെ ഇക്വേഷൻ y ബാർ മൈനസ് y2, വീണ്ടും y ബാറിൻ്റെ വാല്യൂ 3000, y2ൻ്റെ വാല്യൂ 3000, അപ്പോൾ അത് 0 കിട്ടും. അപ്പോൾ H1ഉം H2ഉം 0 കിട്ടിയതുകൊണ്ട് തന്നെ ഈ ടേമും 0 ആവും. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാനായിട്ട് IG1xx മൈനസ് IG2xx ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ മാത്രം മതി. Therefore IG(xx) is equal to the first value IG1xx plus A1 H1 square 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആവും. മൈനസ് ഇത് IG2xx ആണ്, പ്ലസ് ഈ ടേം 0 ആണ്. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1.058 × 10⁻14 mm⁻4 എന്ന് കിട്ടും. ഇനി അടുത്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ IG1yy പ്ലസ് A1 H1 സ്ക്വയർ മൈനസ് IG2yy പ്ലസ് A2h2 സ്ക്വയർ. ഇനി ഫസ്റ്റ് IG1yy എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ തന്നെ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആണ്. അപ്പോൾ DB³/12 ആണ് ഇക്വേഷൻ. ഇവിടെ രണ്ടും 6000 തന്നെയാണ് വരുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലുള്ള വ്യത്യാസമുള്ളൂ, കാൽക്കുലേഷൻ ശരിയാണ്. DB³/12 ആണ്. റെക്റ്റാങ്കിളിൻ്റെ D എന്ന് പറയുമ്പോൾ 6000 ആണ്, റെക്റ്റാങ്കിളിൻ്റെ Bയും 6000 ആണ്. അപ്പോൾ 6000 × 6000³/12 സോൾവ് ചെയ്യുമ്പോൾ 1.08 × 10⁻14 mm⁻4 എന്ന് കിട്ടും. ഇനി അടുത്തത് IG2yy എന്ന് പറയുമ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെയാണ്.
അപ്പോൾ ട്രയാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോഡൽ വൈ ആക്സിസ് ഐ ജി വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എച്ച് ബി ക്യൂ ബൈ 36 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഐ ജി എക്സ് എക്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ചത് ബി എച്ച് ക്യൂ ബൈ 36ഉം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണെങ്കിൽ അത് തിരിച്ചിട്ടാൽ മതി, എച്ച് ബി ക്യൂ ബൈ 36 ആണ്. ഇവിടെ അതിന് വ്യത്യാസമില്ല, കാരണം എച്ചും ബിയും 3000 തന്നെയാണ്. അപ്പോൾ ഐ ജി ടു ഐ വൈ ഇസ് ഈക്വൽ ടു ഇവിടെ ഇക്വേഷൻ വരുന്നത് എച്ച് ബി ക്യൂ ബൈ 36 ആണ്. അപ്പോൾ എച്ച് 3000 ആണ്, ബിയും 3000 ആണ്. അപ്പോൾ 3000 ഇൻറ്റു 3000 ക്യൂബ് ഡിവൈഡ് ബൈ 36 സോൾവ് ചെയ്യുമ്പോൾ 2.25 ഇൻറ്റു 10⁻²12 2.25 ഇൻറ്റു 10⁻² എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, അടുത്തത് നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസിൽ H1ൻ്റെ ഇക്വേഷൻ വൈ ബാർ മൈനസ് വൈ വണ്ണും H2ൻ്റെ ഇക്വേഷൻ വൈ മൈനസ് വൈ ടു ആണ്. ഇവിടെയും എക്സ് ബാറും എക്സ് വണ്ണും എക്സ് ടു ഒക്കെ 3000 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് H1 ഇസ് ഈക്വൽ ടു 0, H2 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ ടേം രണ്ടും 0 ആയി പോവും. ബാക്കി എന്തുണ്ട്, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ഇസ് ഈക്വൽ ടു ഐ ജി വൺ വൈ വൈ മൈനസ് ഐ ജി ടു വൈ വൈ സോൾവ് ചെയ്യുമ്പോൾ 1.058 ഇൻറ്റു 10⁻14 mm⁴. ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, ഇവിടെ എല്ലാ വാല്യൂസും ഒരേപോലെയാണ് വന്നേക്കുന്നത്. നമുക്ക് x1 x2 ഒരുപോലെ വന്നു, y1 y2 ഒരുപോലെ വന്നു, y ബാറും x ബാറും ഒരേപോലെ വന്നു. അതേപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് 1.058 ഇൻറ്റു 10⁻14 കിട്ടി. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ഒരേപോലെ കിട്ടി. ആക്ച്വലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ പിള്ളേർ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതി തെറ്റിക്കാറുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ പഠിച്ച 2 പ്രോബ്ലവും പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നമ്മൾ ഫിഗർ വരച്ച് നല്ല നീറ്റായിട്ട് ഫിഗർ വരച്ച് ഓരോ ഡയമെൻഷൻസ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ മാർക്ക് ചെയ്യുക. ഓരോ വാല്യൂവും അതിൻ്റെ ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. കാരണം നമ്മൾ ഈ പ്രോബ്ലമൊക്കെ A1 അതിൻ്റെ ഇക്വേഷൻ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻസർ എഴുതിയാൽ നമുക്കൊരു 1.5 മാർക്കൊക്കെ കിട്ടും. അപ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ എവിടെയാണ് തെറ്റിയതെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഫൈനൽ ആൻസർ തെറ്റിയാലും സ്റ്റെപ്സിനൊക്കെ കറക്റ്റായിട്ട് മാർക്കും വീഴും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.